ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ചെന്നൈയുമായിട്ടൊരു മത്സരം ഇന്നലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ കളിയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട ഒരു അവസ്ഥയും നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ടോട്ടലി 4 മത്സരം കളിച്ചു. ആ 4 മത്സരത്തിലും ഒരു പോയിന്റ് പോലും ഇല്ലാതെ ആ 4 മത്സരത്തിൽ നമ്മൾ തോറ്റൊരു അവസ്ഥയാണ് നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫസ്റ്റത്തെ കളി നമ്മൾ മോഹൻ ബഗാനായിട്ട് തോറ്റു. രണ്ടാമത്തെ കളി മുംബൈ സിറ്റിയുമായിട്ട് തോറ്റു. മൂന്നാമത്തെ കളി നമ്മൾ ഇന്റർ കാശുമായിട്ട് തോറ്റു. നാലാമത്തെ കളി ചെന്നൈ FC-നേറ്റും തോറ്റു. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈ FC-യും തമ്മിലുള്ള മത്സരത്തെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കുറേ കാര്യങ്ങളൊന്നും പറയാനുണ്ടാവില്ല, കാരണം നമ്മൾ ജയിച്ചിട്ടില്ല. ജയിച്ചാലല്ലേ കുറേ കാര്യങ്ങൾ പറയാനുള്ളൂ. എന്നാലും ഞാൻ കളി കണ്ട ഒരാളെന്ന നിലയിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമുക്കതിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു SSV ടെക് വ്ലോഗ് ചാനൽ. കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ, കളിയുടെ സ്കോറിലേക്ക് നോക്കുകയാണെങ്കിൽ ചെന്നൈ തന്നെയാണ് മുന്നിട്ടുള്ളത്. കാരണം ചെന്നൈയാണ് ആധിപത്യം, ചെന്നൈയാണ് കീഴടക്കിയിട്ടുള്ളത്. പക്ഷേ കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, കുറേ മുന്നേറ്റങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ഷോട്ട് ഓൺ ടാർഗറ്റുകൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ഗോളായി എന്ന് വിചാരിച്ച പലതും അങ്ങനത്തെ കുറേ മൊമെൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഈ കളി കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറ്റം പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണോ കുറ്റം പറയാത്ത, കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റില്ലേ? നമുക്കറിയാം, തോൽവി നമുക്കൊരു എന്താ പറയുക, ഒരു തറവാട് സ്വത്താണ്. നമുക്കത് നമ്മളെ തേടി തന്നെ വരും. പക്ഷേ കഴിഞ്ഞ കളിയിൽ കളിച്ചിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത് അത്രക്കും കിടിലം പെർഫോമൻസ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ പറയാം, അതിൽ കുറേ തെറ്റുണ്ടല്ലോ. ഉണ്ടാവും. പക്ഷേ ഈ 3 കളി, അതായത് നമുക്കറിയാം, മോഹൻ ബഗാനുമായിട്ടും മുംബൈ സിറ്റിയായിട്ടും ഇന്റർ കാശിയുമായിട്ടും കളിച്ചിട്ടില്ലാത്തൊരു പ്ലേയിങ് സ്റ്റൈലുമായിട്ടായിരുന്നു ഡേവിഡ് കറ്റാലയും പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കളി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ഒരിക്കലും KBFCയെ കുറ്റം പറയുന്നില്ല. കാരണം KBFC അത്യാവശ്യം തന്നെ കളിച്ചിട്ടുണ്ട്. നമ്മളെന്താ പറയുക, കളി എന്താ പറയുക, പൊരുതി തോൽക്കാന്ന് പറയില്ലേ, അത് തന്നെയാണ്. കാരണം KBFC കളിച്ചിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നല്ലോണം കളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കെവിൻ യോക്കിനൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹം നല്ലോണം കളിക്കുന്നുണ്ട്. നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം കളിക്കുന്ന അദ്ദേഹം നല്ല ക്രോസ് കൊടുക്കുന്ന, നമുക്ക് കിട്ടുന്ന കോർണറിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ബോൾ, അതായത് ഏത് ടീം തട്ടി മാറ്റുന്ന ബോളുകളൊക്കെ അദ്ദേഹം കുറേ എടുക്കുന്നുണ്ട്. അദ്ദേഹം എടുക്കാത്തതായിട്ട് ഒരൊറ്റ ബോൾ മാത്രമാണ് അതെന്താ പറയുക, അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, നമ്മളൊരു ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ ഫുൾ ടൈം നമ്മൾ എന്താ പറയുക, ഓടിച്ചാടി കളിക്കുമ്പോൾ നമ്മൾ കുഴങ്ങും. അപ്പോൾ അദ്ദേഹത്തെ ഫുൾ ടൈം കളിക്കളത്തിലേക്ക് ഇറക്കുമ്പോൾ അദ്ദേഹത്തിനും ഉണ്ടാവില്ല ഒരു ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്താ പറയുക, സത്യം പറഞ്ഞ സന്തോഷം ഉണ്ടായിരുന്നു എന്ന്. കാരണം കളി കണ്ടപ്പോൾ കുറേ പ്രതീക്ഷകൾ വന്നു. കാരണം ആ ക്രോസ് ബാറുമൊക്കെ തട്ടിയ ബോളൊക്കെ വളരെയധികം എന്താ പറയുക, വളരെയധികം സന്തോഷം. പിന്നെ എനിക്ക് ബ്ലാസ്റ്റേഴ്സിനോട് എന്താ ഒരു മോട്ടിവേഷൻ പറയണം എന്ന് ചോദിച്ചാൽ, ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയേഴ്സിനോട് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി അടുത്ത കളിയിലേക്ക്, മുന്നേറ്റത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരണോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം, സ്ട്രൈക്കേഴ്സിനൊക്കെ ഇപ്രാവശ്യം നല്ല ബോളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബോൾ കയ്യിൽ കിട്ടുമ്പോൾ മാക്സിമം നല്ല പവറിൽ അടിക്കാൻ ശ്രമിക്കും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, മെല്ലിച്ചടി അടിക്കണ്ട, നല്ല പവറിൽ കൊടുക്കുക. നല്ല പവറിൽ ഗ്രൗണ്ടർ ആണെങ്കിൽ ഗ്രൗണ്ടർ കൊടുക്കുക, നല്ല പവറിലാണെങ്കിൽ ലോങ് ആണെങ്കിൽ ലോങ് കൊടുക്കുക. പിന്നെ എനിക്ക് നവോച്ചയോട് പറയാനുള്ളത്, മാക്സിമം ഈ ലോങ് എന്താ പറയുക, വെറുതെ അടിച്ചു വിടേണ്ടതൊക്കെ ഒഴിവാക്കുക. അതിന് പകരം ഒരു പാസ്സൊക്കെ കൊടുത്താൽ അതൊരു നല്ലൊരു ശീലമാവും, നല്ലൊരു കളി ഒക്കെ കഴിയും. പിന്നെ എനിക്ക് പറയാനുള്ളത്, KBFCൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ, മിസ് പാസ് പോട്ടെ, മിസ് പാസ് വരും, കുഴപ്പമില്ല. മിസ് പാസ് ഇനിയിപ്പോൾ നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾ മിസ് പാസ് ചെയ്യും, ഉറപ്പാണ്. എനിക്ക് പറയാനുള്ളത്, ഈ ബാക്ക് കൊടുക്കുന്ന ഈ പാസ്സുകളുണ്ടല്ലോ, അതിന് മിസ് പാസ് തന്നെ പറയാം. ബാക്ക് കൊടുക്കുന്ന ഈ ആ പാസ്സുകൾ മാക്സിമം 100% അത് ഒഴിവാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കൊടുക്കേണ്ടിയില്ലല്ല തെറ്റ്. കാരണം നമ്മൾ കൊടുക്കുമ്പോൾ അത് എതിരാളികളുടെ കാലിലേക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, കിട്ടിക്കാണ്ട് അവരത് അടിക്കുന്ന അവസരം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാക്സിമം ഒഴിവാക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചെന്നൈ FC-യെ കുറിച്ച് പറയുകയാണെങ്കിൽ,
എന്താ ചെയ്യാ അവന്മാരൊരു എന്താ ആക്ടിങ് ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്താ പറയാ അഭിനയത്തിൽ ഓസ്കാർ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളത്. എന്താ പറയാ കുറെ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ തന്നു. കുഴപ്പമില്ല, നമ്മുടെ ടീമല്ലേ, നമ്മുടെ ടീം തിരിച്ചു വന്നോളൂ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് അടുത്ത മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾ മാക്സിമം നിങ്ങളെ ഫുട്ബോൾ കാണികൾക്കും ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്നവരിലേക്കൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്തിട്ട് ഒന്ന് സബ്ബൊക്കെ ചെയ്യാൻ പറയാം, ലൈക്ക് ചെയ്യാൻ പറയടോ, ഒന്ന് കമൻ്റൊക്കെ ചെയ്യടോ. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ കോര നല്ല വരുന്നുണ്ടേ, സോറി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.